വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള എല്ലാ സുന്ദരിമാർക്കും പ്രത്യേക സ്നേഹം, നമസ്കാരം. ഒപ്പം ഇന്ന് മാറനല്ലൂരിലെ വനിതാ ജംഗ്ഷന് ഒരു പ്രത്യേകത നൽകുന്നത് നമ്മുടെ സുന്ദരന്മാരുടെ സാന്നിധ്യം കൂടിയാണ്. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട MLA-യുടെ സതീഷ് ചേട്ടനും എല്ലാവർക്കും ഇന്ന് ഈ സായാഹ്നം നിങ്ങളോടൊപ്പം ചിലവഴിക്കാൻ സാധിച്ചതിൽ, ഈ ഒരു അവസരം നൽകിയത് ഒരുപാട് സന്തോഷവും നന്ദിയും ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. എന്തുകൊണ്ടും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതുമയാർന്ന വനിതാ ജംഗ്ഷൻ യോഗമാണിത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഔപചാരികതയുടെ ഒരു മാറാലയ്ക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാതെ എല്ലാവരും തുറസായ രീതിയിൽ തന്നെ പരസ്പരം സ്നേഹം പങ്കിടുന്നു, പെരുമാറുന്നു എന്നുള്ളത് തന്നെ ഒരു വേദിയിൽ കയറി ഇരിക്കുമ്പോൾ ഒരു വലിയ ആശ്വാസമാണ് നമുക്ക്. ഇവിടെ ഞങ്ങള് തിരി തെളിയിക്കുന്നതിന്റെ ഇടയ്ക്ക് ഓണത്തിനിടെ പുട്ടുവച്ചോടൊന്നും പറഞ്ഞിട്ട് 2 സെൽഫി എടുത്തായിരുന്നു. അതുപോലെ തന്നെ വന്ന് കയറിയപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച ആ ഒരു സമ്മാനം എന്നുള്ളത്, ഒരു സ്വാഗത സമ്മാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു കലാസൃഷ്ടിയാണ്. ഇപ്പൊ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ സഹോദരിമാർക്കും ഞങ്ങളുടെ പ്രത്യേക സ്നേഹം. ഞാനും രശ്മിയും കൂടെ പറയായിരുന്നു, ഇത് ഒരിക്കലും ഞങ്ങള് കളയില്ല എന്നുള്ളത്. ബാക്കി ഒരു ലഭിക്കുന്ന ട്രോഫിയെക്കാളും നമുക്ക് സാധാരണ ലഭിക്കുന്ന ഒരു മൊമെന്റേക്കാളും എന്തുകൊണ്ടും ഹൃദയസ്പർശിയാണ്, മനോഹരമാണ്. കാരണം നമുക്ക് അതിലെ ഓരോ നൂലിഴയിലും ഒരു മനോഹരമായിട്ടുള്ള കരലാളനമുണ്ട് എന്നുള്ളത് നമുക്കറിയാം, അത് കാണുമ്പോൾ തന്നെ. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ അമ്മമാർ ചെയ്യുന്ന സ്ത്രീകൾക്കായി എന്ന് നമ്മുടെ സമൂഹം പറഞ്ഞു വച്ചു നൽകിയിട്ടുള്ള ഓരോ ജോലിയും ഓരോ കർത്തവ്യവും നമ്മൾ ചെയ്യുന്നതിൽ ഇതുപോലെ തന്നെ ഒരു കരലാളനം, ഒരു സ്നേഹത്തിന്റെ, കരുതലിന്റെ കരസ്പർശമുണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അത് ഓർമ്മിപ്പിക്കുവാനുള്ള ഒരു സന്ദർഭം കൂടിയാണ് വനിതാ ജംഗ്ഷൻ എന്നാണ് ഞാൻ കരുതുന്നത്. എന്തിനാണ് സ്ത്രീകൾ ചെയ്യുന്ന ജോലിയെ മഹത്വവൽക്കരിക്കുന്നത്, സ്ത്രീ ശാക്തീകരണത്തിന് എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചു എന്നിരിക്കാം. കാരണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇന്ന് റോക്കറ്റിൽ പോകുന്നുണ്ട് സ്ത്രീകൾ, അല്ലെ? ഇപ്പൊ സുനിത വില്യംസ് എന്ന് പറയുന്ന ഒരു ആസ്ട്രോനോട്ട് ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. നമ്മൾ അവരെ തിരിച്ച് കൊണ്ടുവരാനുള്ള പ്രയത്നമാണ് ലോകമെമ്പാടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ബഹിരാകാശത്തിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ വരെ ഒരു വനിതയാണ് ഇരിക്കുന്നതെന്ന് നമുക്കറിയാം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരം മുറിക്കുന്നത് മുതൽ KSEBയുടെ ജോലി മുതൽ അങ്ങനെ വളരെ സാഹസികമായിട്ടുള്ള പല ജോലികളിലും പല മേഖലകളിലും വനിതകൾ അവരുടെ പ്രാഗൽഭ്യം എന്ന് തെളിയിച്ചു കഴിഞ്ഞു എന്ന് നമുക്കറിയാം. പക്ഷേ അതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. അത്തരം സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാ വനിതകൾക്കും മനസ്സുകൊണ്ട് ഒരു വലിയ പ്രണാമവും ആദരവും അർപ്പിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. പക്ഷെ യഥാർത്ഥത്തിൽ വനിതാ ശാക്തീകരണം എന്ന് പറയുന്നത് പുരുഷന്മാർ ജോലി ചെയ്യുന്ന, പ്രാഗൽഭ്യം തെളിയിക്കുന്ന മേഖലകളിൽ പുരുഷനോട് ഒപ്പത്തിനൊപ്പം നിന്നുകൊണ്ട് അവർ ചെയ്യുന്ന ജോലിയും അവരുടെ കർത്തവ്യവും നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണോ എന്നുള്ള ഒരു വളരെ അടിസ്ഥാനപരമായ ചോദ്യമുണ്ട്. ഞാൻ സിവിൽ സർവീസിൽ പ്രവേശിക്കുന്നതിന് മുൻപ് MBBS പഠിച്ചതാണ് CMC വെല്ലൂരിൽ. അവിടെ MBBS പഠിച്ചതിന് ശേഷം അവിടെ പോസ്റ്റ് ഗ്രാജുവേഷനായി MCH ന്യൂറോ സർജറിയിൽ പ്രവേശനം ലഭിക്കേണ്ടായി. അപ്പൊ അവിടെ 1 വർഷം നോൺ PG ആയി ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ന്യൂറോ സർജറിയാണ് ഡിപ്പാർട്ട്മെന്റ്. ന്യൂറോ സർജറി എന്ന് വെച്ചാൽ എന്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം. പണ്ടത്തെ കാലമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും അധികം നമുക്ക് ഈ റോഡ് ട്രാഫിക് ആക്സിഡന്റിലും ഒക്കെ
നമ്മുടെ തലച്ചോറും അതുപോലെ തന്നെ നട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനവധി അപകടങ്ങളൊക്കെ സംഭവിച്ച് ആളുകൾ വരുന്ന ഒരു മേഖലയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മേഖലയിൽ അന്നത്തെ കാലത്ത് സാധാരണഗതിയിൽ, ഞാനതൊരു 10-12 വർഷത്തിന്റെ മുൻപുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അന്നത്തെ കാലത്ത് സാധാരണഗതിയിൽ അധികം സ്ത്രീകൾ പ്രവേശിച്ചിട്ടില്ലാത്ത ഒരു മേഖലയാണ് ന്യൂറോ സർജറി എന്നുള്ളത്, ഈ 15 വർഷങ്ങൾക്ക് മുൻപ്. അപ്പൊ അന്ന് ഞാൻ ന്യൂറോ സർജറിയിൽ പ്രവേശിച്ചപ്പോൾ CMC പോലുള്ള ഒരു മഹത്തായ സ്ഥാപനത്തിൽ പോലും അന്ന് ഞാൻ ഒരേ ഒരു വനിതയായിരുന്നു അന്നത്തെ ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നത്. അപ്പൊ വളരെ കഠിനാധ്വാനം ചെയ്യേണ്ടുന്ന, രാവും പകലും ഒന്നും നോക്കാതെ, ഭക്ഷണം ഉണ്ടോ ഇല്ലയോ, വെള്ളം ഉണ്ടോ ഇല്ലയോ, കുളിയുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ അധ്വാനം 24-48 മണിക്കൂറും ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു മേഖലയാണ്. അങ്ങനെ ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അന്ന് വരെ ഉണ്ടായിരുന്ന ഞാൻ തന്നെയാണ് അതിനുശേഷവും ഞാനായി തുടർന്നത് എന്നാണ് എന്റെ മനസ്സിൽ ഞാൻ കണ്ടത്. പക്ഷേ എന്നെ അറിയാവുന്ന ആളുകൾ, എന്റെ സുഹൃത്തുക്കളായാലും നമുക്ക് എല്ലാവർക്കും ഓരോ ചെറിയതും വലുതുമായിട്ടുള്ള സാമൂഹിക വൃത്തം ഉണ്ടായിരിക്കും അല്ലെ. അതിനുള്ളിൽ കുറെ വ്യക്തികൾ ഉണ്ടായിരിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അവർ അഭിപ്രായങ്ങൾ പറയും. അപ്പൊ ഞാൻ ന്യൂറോ സർജറിയിൽ പ്രവേശിച്ച ഉടനെ ലോകം പെട്ടെന്ന് എനിക്ക് അന്ന് വരെ ചാർത്തിയിട്ടില്ലാത്ത ഒരു വിശേഷണം ചാർത്തി. എന്താണ്? യു ആർ എ ബോൾഡ് വുമൺ, യു ആർ എ സ്ട്രോങ് വുമൺ. നീ ഇപ്പോ ശക്തയായ ഒരു സ്ത്രീയായി മാറിയിരിക്കുകയാണ്, വളരെ ധൈര്യമുള്ള ഒരു സ്ത്രീയാണെന്ന് നീ തെളിയിച്ചിരിക്കുകയാണെന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു തുടങ്ങി. അപ്പൊ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഞാൻ എന്താണ് പ്രത്യേകിച്ച് ധൈര്യം കാണിച്ചത്, പ്രത്യേകിച്ച് ശക്തി എന്നിൽ എന്താണ് പുതുതായി ഉണ്ടായത് എന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്ന് വരെ ചെയ്തിട്ടുണ്ടായിരുന്ന അതേ കഠിനാധ്വാനം തന്നെയാണ് അതിനുശേഷവും ചെയ്തത്. പക്ഷെ ലോകം എന്നെ കണ്ടത് മറ്റൊരു ലെൻസിലൂടെയായിരുന്നു. എന്തുകൊണ്ടാ? പുരുഷ മേധാവിത്വമുള്ള പുരുഷന്മാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കർമ്മമണ്ഡലത്തിൽ ഒരു സ്ത്രീ പ്രവേശിക്കുമ്പോൾ ഒരു സ്വിച്ച് ഇട്ട പോലെ ഓട്ടോമാറ്റിക് ആയിട്ട് അവള് ശക്തയായിട്ടങ്ങ് മാറുകയാണ്. എല്ലാരും ഇനി അവള് ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര ശക്തയാണ്. അതിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടില്ലെങ്കിൽ തോന്നണം. കാരണം പുരുഷന്മാർ ചെയ്യുന്ന ജോലിയും പുരുഷന്മാർ ചെയ്യുന്ന പ്രവൃത്തികളും പുരുഷന്മാരുടെ വികാരഭാവങ്ങളും വസ്ത്രധാരണവും ഒന്നുമല്ല ഒരു സ്ത്രീയെ ശക്തയാക്കി മാറ്റുന്നത്. സ്ത്രീയെ ശക്തയാക്കി മാറ്റുന്നത് സ്ത്രീയുടേതായിട്ടുള്ള തനതായിട്ടുള്ള അവളുടെ കഴിവുകളും അവളുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാനും നയിക്കുവാനുമുള്ള അവളുടെ സ്വാതന്ത്ര്യവുമാണ്. അങ്ങനെ സ്വന്തം ജീവിതത്തെ നയിക്കുവാനും സ്വന്തം ജീവിതത്തെ നിയന്ത്രിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം എന്നാണോ ഒരു സ്ത്രീ കൈവരിക്കുന്നത്, അന്നാണ് യഥാർത്ഥത്തിൽ അവൾ ശക്തയാകുന്നത്. അവൾ പുരുഷൻ ചെയ്യുന്ന ഒരു ജോലി ചെയ്യുമ്പോൾ അല്ല, അവൾ പുരുഷനെ പോലെ പെരുമാറുമ്പോൾ അല്ല അവൾ ശക്തയാകുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയെക്കുറിച്ച് മുൻകാലങ്ങളിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ചൊല്ലുണ്ടായിരുന്നു. യു കനോട്ട് ജഡ്ജ് എ ഫിഷ് ബൈ ഇറ്റ്സ് എബിലിറ്റി ടു ക്ലൈംബ് എ ട്രീ എന്നുള്ളത്. നിങ്ങൾക്കൊരു മത്സ്യത്തിനെ അതിന് എത്ര പെട്ടെന്നാണ് മരം കയറാൻ പറ്റുക എന്നുള്ളത് വെച്ചിട്ട് ഒരിക്കലും അളക്കാൻ സാധിക്കില്ല എന്നുള്ളത്. ഓരോ ജീവജാലത്തിനും ഭൂമിയിൽ അതിൻ്റെതായിട്ടുള്ള സ്വത്വമുണ്ട്, ജൈവികമായിട്ടുള്ള സ്വഭാവശേഷിയുണ്ട്. അതിലുപരിയായി ജീവിതം സമ്മാനിക്കുന്ന അനുഭവങ്ങളുണ്ട്. അതിനെ ആസ്പദമാക്കി അവരിൽ ഉളവാകുന്ന കഴിവുകളുണ്ട്. ഇതെല്ലാം അതിന്റെ സ്വത്വത്തിൽ തന്നെ, അതിന്റെ തനതായ രൂപത്തിൽ തന്നെ കാണുവാനും അംഗീകരിക്കുവാനും സമൂഹം എന്നാണോ തയ്യാറാകുന്നത്, അന്നാണ് സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ലിംഗസമത്വം എന്നുള്ളത് ഉടലെടുക്കുന്നത്. പുരുഷന്മാരെ പോലെ പെരുമാറുന്ന, പുരുഷന്മാരുടെ അതേ കായിക ശക്തിയുള്ള, അതേ ചിന്താശേഷിയുള്ള, അതേ നമ്മുടെ ഇന്നത്തെ കോർപ്പറേറ്റ് ലോകത്തിൽ പറയുകയാണെങ്കിൽ അതേ പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയുമുള്ള ഒരു പറ്റം സ്ത്രീകളെ, ഒരു പറ്റം പെൺകുട്ടികളെ
വാർത്തെടുക്കുന്നത് കൊണ്ട് സമൂഹം ലിംഗസമത്വം ആർജിക്കുന്നില്ല. പുരുഷന് പുരുഷന്റേതായിട്ടുള്ള സവിശേഷതകൾ ഉണ്ടെന്നും സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായിട്ടുള്ള സവിശേഷതകൾ ഉണ്ടെന്നും അവ രണ്ടും തുല്യമായ രീതിയിൽ നമുക്ക് അംഗീകരിക്കാനുള്ള പക്വത എന്നാണോ ഉണ്ടാകുന്നത്, അന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹം ലിംഗസമത്വം എന്നുള്ള ഒരു ആശയത്തിലേക്ക്, ഒരു ആദർശത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഇന്ന് ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് അല്ലെ. നമുക്ക് രാത്രി 7 മണിക്ക് ശേഷം എന്തുകൊണ്ടാണ് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നും സുരക്ഷിതത്വത്തെക്കുറിച്ച് ഇത്രയും വ്യാകുലപ്പെടുന്നത് എന്നുള്ളത്. നമ്മൾ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നതിന് മുൻപ് 2 ഘട്ടങ്ങൾ താണ്ടിയതിന് ശേഷമാണ് സ്ത്രീ ശാക്തീകരണത്തിലേക്ക് വരുന്നത്. ആദ്യത്തെ ഘട്ടം എന്താണെന്നറിയാം? സുരക്ഷിതത്വം. രണ്ടാമത്തെ ഘട്ടം സ്വാതന്ത്ര്യം. ഇത് രണ്ടും കഴിഞ്ഞാൽ മാത്രമേ ശക്തിയിലേക്കൊക്കെ നമ്മൾ വരുന്നുള്ളൂ. അപ്പൊ ഇന്നും 2024 നവംബറിലും നമ്മൾ സുരക്ഷയെ കുറിച്ചാണ് ഏറ്റവും അടിസ്ഥാനപരമായി ചിന്തിക്കുന്നത് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് ലജ്ജാവഹമാണ്. സുരക്ഷിതത്വം കഴിഞ്ഞ്, സ്ത്രീ സ്വാതന്ത്ര്യം കഴിഞ്ഞ്, അതിനുശേഷമാണ് നമ്മൾ ശക്തിയിലേക്ക് പോകുന്നത്. അപ്പോ സുരക്ഷിതത്വത്തിന് വേണ്ടി കൂട്ടിലടക്കാതിരിക്കണം. ആ കൂട് തുറക്കുമ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. സ്വാതന്ത്ര്യം എന്നുള്ളതിൽ അന്തർലീനമായി ഇരിക്കുന്ന ഒരു ആശയമാണ് സുരക്ഷിതത്വം എന്നുള്ളത്. സുരക്ഷിതത്വം ഇല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് യാതൊരു അർത്ഥവും ഇല്ലാതെയായി പോവുകയാണ്. അങ്ങനെ സുരക്ഷിതത്വത്തിന്റെ മറവിൽ കൂട്ടിനകത്തിരിക്കുന്ന കിളികളായി നമ്മൾ മാറിപ്പോകരുത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ കൂട്ടിൽ നിന്നും വിട്ടയക്കുമ്പോൾ ഞാൻ സ്വതന്ത്രയായി മാറുകയാണ്. അങ്ങനെ സ്വതന്ത്രയായി മാറിയാൽ മാത്രമേ എന്റെ ചിറകുകളിൽ വിശ്വസിച്ച് എനിക്ക് വാനിലേക്ക് പറന്നുയരുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് വളരെ ലളിതമായിട്ടുള്ള ഒരു ഉപമയിലൂടെയാണ് ബാലാമണി അമ്മ ശരിക്കും പറഞ്ഞു തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ബാക്കി പത്രമായി അവർ പറയുന്ന മറ്റൊരു വാചകം കൂടിയുണ്ട്. അതും കൂടി പറയുമ്പോൾ ഒരു പക്ഷേ അതിനുശേഷം ഞാൻ അധികം പ്രസംഗിക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അത് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഇതിന് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. വീട് വിട്ടിറങ്ങുക നിർഭയം. ആദ്യം എന്താണ്? വീട് വിട്ടിറങ്ങുക നിർഭയം, മുള്ളിൻ വേലി ചാടുക. വീട് വിട്ടിറങ്ങുക നിർഭയം, മുള്ളിൻ വേലി ചാടുക, വിചിത്ര അനുഭൂതികൾ തേടാം വീണ്ടും. വിചിത്ര അനുഭൂതികൾ തേടാം വീണ്ടും. ഇത്തിരി നോവേശിയാൽ വീർപ്പ് മുട്ടിയാൽ എന്ത്, നിത്യതയിലേക്കൊരു മണൽ തരി ഈ മുഹൂർത്തം. വീട് വിട്ടിറങ്ങുക, മുള്ളിൻ വേലി ചാടുക, വിചിത്ര അനുഭൂതികൾ തേടുക. ഇതൊക്കെ ഒരു പക്ഷേ ഒരു സ്ത്രീക്ക് അന്യാധീനപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായാലും ഒരിക്കലും ഒരു ആൺകുട്ടിക്ക് ഇതൊന്നും അന്യാധീനപ്പെട്ടിട്ടുള്ള കാര്യമല്ല ഇന്നും നമ്മുടെ സമൂഹത്തിൽ, അല്ലെ? ഇത്രയും സർവ്വസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ ഈ സുരക്ഷിതത്വത്തിന്റെ മറവിൽ നമ്മയൊക്കെ ഇട്ട് കൂട്ടിയിരിക്കുന്ന കൂട് ആദ്യം പൊളിച്ചു മാറ്റണം. എന്നാൽ ഇതെല്ലാം ചെയ്യുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, ഇത്തിരി നോവേശം, ഒപ്പം കുറച്ചൊക്കെ വീർപ്പ് മുട്ടുകയും ചെയ്യും. അത് കരുതിക്കൊണ്ട് വേണം ഇതൊക്കെ ചെയ്ത് ഇറങ്ങുവാനായിട്ട്, ഇതിനായിട്ട് തുനിഞ്ഞിറങ്ങുവാനായിട്ട്. നോവേശാതെയും വീർപ്പ് മുട്ടാതെയും ഒക്കെ മറ്റാരെങ്കിലും ഈ പറയുന്ന ശക്തി ഒരു താലത്തിൽ മുന്നിൽ കൊണ്ടുവെക്കണം എന്ന് ആഗ്രഹിച്ചാൽ അതും നടക്കാൻ പോകുന്നില്ല. പക്ഷെ ഈ വീർപ്പുമുട്ടലിലും ഈ നോവിലുമൊക്കെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് സംതൃപ്തി ലഭിക്കുന്നതും നമ്മുടെ ഓരോ പ്രവൃത്തിയും സാർത്ഥകമായി മാറുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനായി നമുക്ക് ഒറ്റക്കെട്ടായി തയ്യാറെടുക്കാമെന്ന് മാത്രമാണ് ഈ വനിതാ ജംഗ്ഷൻ വേദിയിൽ വെച്ച് മാറനല്ലൂരിലെ എല്ലാ ഊർജ്ജസ്വലരായ
സ്ത്രീകളോടും പുരുഷന്മാരോടും മറ്റുള്ളവരോടും എനിക്ക് പറയുവാനുള്ളത്. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളെ സ്ത്രീകളായി തന്നെ ശക്തിയായി തന്നെ അംഗീകരിക്കുവാൻ ഒരു സമൂഹത്തിന് പക്വത ആർജിക്കണമെന്നുണ്ടെങ്കിൽ അത് സ്ത്രീകൾ മാത്രം കരുതിയാൽ പോരാ, അല്ലെ? നോവും വീർപ്പുമുട്ടലും ഒക്കെ നമ്മൾ പറയുമ്പോഴും അവയൊക്കെ കൈപ്പേറിയ അനുഭവങ്ങളായി മാറാതിരിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും നമ്മെ സഹായിക്കുവാൻ, നമുക്കൊരു തണലേകുവാനുള്ള ഒരു കുടുംബവും ഒരു സമൂഹവും നമുക്കുണ്ടാകണം. അവയെല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു പങ്ക് ഈ സ്ത്രീ ശാക്തീകരണത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കാം. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു കാര്യം നമ്മുടെ കുടുംബങ്ങളും വിവാഹങ്ങളുമാണ്, അല്ലെ? ബന്ധങ്ങളും കുടുംബങ്ങളും വിവാഹങ്ങളും എന്നുള്ളത് എത്രമാത്രമാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മളിവിടെ ആദ്യം സൂചിപ്പിച്ച വിട്ടയക്കുക കൂട്ടിൽ നിന്ന് എന്നെ എന്ന് നമ്മൾ പറയുമ്പോഴും പലപ്പോഴും ആ കൂട് എന്ന് പറയുന്നത് ഒരു വിവാഹ ജീവിതമായി പല പെൺകുട്ടികൾക്കും ഇന്നും ഭവിക്കുന്നു എന്നുള്ളത് പത്രമാധ്യമങ്ങളിലൂടെയും നമ്മുടെ സ്വന്തം അയൽപ്പക്കത്തിലൂടെയും സമൂഹത്തിലൂടെയും സുഹൃത്തുക്കളിലൂടെയും കുടുംബാംഗങ്ങളിലൂടെയും ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്നും നമ്മൾ ജീവിക്കുന്നത്. ഒരു പെൺകുട്ടിയെ വളർത്തുമ്പോഴും ഒരു ആൺകുട്ടിയെ വളർത്തുമ്പോഴും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ പെൺകുട്ടികളെ വളർത്തി വലുതാക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ അഭിലാഷം എന്നുള്ളത് നല്ല രീതിയിൽ വിവാഹം കഴിച്ച് ഒരു വിവാഹ ജീവിതം ഉണ്ടാക്കുക, ഒരു കുടുംബത്തിൽ ചെന്നുപെടുക എന്നുള്ളതാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും പെൺകുട്ടികളിൽ നമ്മൾ ചെറിയ പ്രായം മുതലേ വളർത്തി കൊടുക്കുക ഇന്നും പതിവാണ്. പക്ഷെ ആൺകുട്ടികളോട് നല്ല രീതിയിൽ പഠിച്ച് ജോലി ചെയ്ത് സ്വയം സമ്പാദിച്ചു തുടങ്ങണം എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ ആദ്യം പറയുക. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ശീലങ്ങൾ ഒരു പക്ഷേ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ആ ഒരു കാലഘട്ടം മുതൽ അവർക്ക് സ്വപ്നം കാണുവാനും അവരുടെ അഭിലാഷങ്ങൾ വളർത്തിയെടുക്കുവാനുമുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ നൽകി തുടങ്ങിയാൽ മാത്രമേ വിവാഹ ജീവിതം ഒരു നേരത്തെ പറഞ്ഞ കൂടായി നമ്മുടെ പെൺകുട്ടികൾക്ക് ഭവിക്കാതിരിക്കൂ എന്നുള്ള ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പലപ്പോഴും കേരളത്തിൽ നമുക്കറിയാം പ്രവാസികൾ ഒരുപാടുള്ള നാടാണ് കേരളം, അല്ലെ? ഗൾഫിലായാലും മറ്റു രാജ്യങ്ങളിലായാലും ഒക്കെ ഒരുപാട് പ്രവാസികളുള്ള നാടാണ് കേരളം. നമ്മൾ പ്രവാസി എന്നുള്ള വാക്കിന്റെ അർത്ഥം നോക്കിയാൽ സ്വന്തം വീട് വിട്ട് മറ്റൊരിടത്ത് പോയി വസിക്കുന്നയാൾ എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ആ വാക്കിന്റെ അന്വർത്ഥമാക്കി നോക്കുമ്പോൾ ഒരുവിധം ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മൾ എല്ലാ സ്ത്രീകളും പ്രവാസികളാണ്, അല്ലെ? നമ്മളെല്ലാരും നമ്മൾ ജനിച്ചു വളർന്ന വീടുകൾ വിട്ട് മറ്റൊരു ഗൃഹത്തിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ പാതി വഴിയെ ചെന്ന് പ്രവേശിക്കുന്നവരാണ് ഇപ്പോഴും ഭൂരിഭാഗം സ്ത്രീകളും കേരളത്തിൽ, അല്ലെ? അപ്പൊ നമ്മളെല്ലാവരും പ്രവാസികളല്ലേ? അങ്ങനെ നോക്കിയാല് നമ്മുടെ നാട് വിട്ട്, നമ്മുടെ വീട് വിട്ട്, നമ്മുടെ കുടുംബം വിട്ട്, നമ്മുടെ ശീലങ്ങൾ വിട്ട്, നമ്മുടെ ദിനചര്യകൾ വിട്ട്, നമ്മൾ ദിനവും കഴിക്കുന്ന ഭക്ഷണം വിട്ട്, നമ്മുടെ ഉറ്റവരെ വിട്ട് നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് പോയി താമസിക്കുവാൻ തയ്യാറാവുകയാണ്. പക്ഷെ ആ പ്രവാസികൾ എന്നുള്ള ആനുകൂല്യം എന്തെങ്കിലും സ്ത്രീകൾക്കൊന്നും നമ്മുടെ സമൂഹത്തിൽ കിട്ടുന്നുണ്ടോ? ഇല്ല, അല്ലെ? അത് സർവ്വസാധാരണമായി എല്ലാ പെണ്ണും ചെയ്യുന്നതാണ് എന്നുള്ള തരത്തിൽ നമ്മൾ അങ്ങ് കണ്ണടച്ചു വിടുകയാണ്. അങ്ങനെ എണ്ണി എണ്ണി പറയാൻ തുടങ്ങിയാൽ സ്ത്രീകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, സ്ത്രീകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല സാഹചര്യങ്ങളും പല
സംഭവങ്ങളും പല സന്ദർഭങ്ങളും അത്ര സ്വാഭാവികമായി ഒരു പുരുഷന് വന്ന് ഭവിക്കുന്നതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ മറ്റ് സ്ത്രീകൾ അത് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ അതിനെ സാധാരണവൽക്കരിച്ചു കൊണ്ടുപോവുകയാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പതിവ്. അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇരുവശത്തുമുണ്ട്. സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ചെയ്യാനാകാത്ത കാര്യങ്ങൾ എന്നുള്ളതിനും ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഈ പറഞ്ഞ രാത്രി നടത്തം എന്നുള്ളത്. ഇനി രാത്രി പോട്ടെ, പകല് തന്നെ എടുക്കാം. എല്ലാത്തിനും നമ്മൾ രാത്രിയെ പഴിക്കേണ്ട കാര്യമല്ല, അല്ലെ? നിലാവിനെയും രാത്രി മഴയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് മലയാളികൾ, ഞാനുൾപ്പെടെ. അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി ഒന്ന് വെറുതെ വിടാം, പകലിൽ തന്നെ ആയിക്കോട്ടെ. ഞാൻ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും വായിച്ച ഒരു പുസ്തകം ഉണ്ട്. ആ പുസ്തകത്തിന്റെ പേര് വൈ ലോയിറ്റർ എന്നുള്ളതാണ്. ആർക്കെങ്കിലും വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നെടുത്ത് വായിക്കാം. വൈ ലോയിറ്റർ എന്നുള്ളതാണ്. ലോയിറ്റർ എന്ന വാക്കിന്റെ അർത്ഥം, അതിന് ഒരൊറ്റ വാക്കായിട്ടൊരു മലയാള വാക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിവർത്തനം ചെയ്താലും പ്രത്യേകിച്ച് ഒരു ഉദ്ദേശ ലക്ഷ്യവും ഇല്ലാതെ ചുമ്മാ കറങ്ങി തിരിഞ്ഞ് നടക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ, നാട്ടിൻപുറത്ത് കറങ്ങി തിരിഞ്ഞ് നടക്കുക എന്നുള്ളതാണ് ലോയിറ്റർ എന്ന വാക്കിന്റെ അർത്ഥം. ഈ പുസ്തകം എഴുതിയത് ഒരു സ്ത്രീയാണ്, മുംബൈയിലുള്ള ഒരു സ്ത്രീയാണ്, ശില്പ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ. അവർ സ്വാഭാവികമായി മുംബൈയിലെ തെരുവുകളിൽ, ഇത്രയും വലിയൊരു മഹാനഗരത്തിന്റെ തെരുവുകളിൽ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശ ലക്ഷ്യമില്ലാതെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന പുരുഷന്മാരെത്ര പേരുണ്ടെന്ന് നോക്കി. ഒരുപാടുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്തിന്റെ ഒക്കെ 10 ഇരട്ടി 100 ഇരട്ടി കാണും അല്ലെ അവിടെ പോയാൽ. ഇങ്ങനെ അതാത് ജംഗ്ഷനിൽ നിൽക്കുകയും പ്രത്യേകിച്ച് ഒരു പണിയൊന്നും ഇല്ലാതെ നിൽക്കുക, എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പോകുന്നവരും വരുന്നവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കമന്റ് അടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ശല്യം ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുക, ഒന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുക എന്നിങ്ങനെ നല്ല കാര്യങ്ങളും നല്ലതല്ലാത്ത കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. മുംബൈയിൽ മാത്രമല്ല, കേരളത്തിലുണ്ടായിരിക്കും അല്ലെ? അല്ലെ? ഉണ്ടാവോ? അതുപോലെ എത്ര സ്ത്രീകളെയാണ് ഇങ്ങനെ വെറുതെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നത് റോഡിലൂടെ, നമ്മുടെ ഈ പൊതു ഇടങ്ങളിലൂടെ വെറുതെ കറങ്ങി തിരിഞ്ഞ് നടക്കുക. അങ്ങനെ എത്ര പേരെ കാണാറുണ്ടോ? നമ്മൾ സ്ത്രീകളെ കാണാറുണ്ടോ? നമ്മുടെ പഞ്ചായത്തിലുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലെ? ഒന്നുകിൽ ബസ് കാത്തു നിൽക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരുന്നവരായിരിക്കും, അല്ലെങ്കിൽ ആശാ വർക്കർ ആയിരിക്കും, അല്ലെങ്കിൽ അംഗൻവാടി വർക്കർ ആയിരിക്കും, അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കും. എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവും മിക്കവാറും, അല്ലെ? ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് വിലയിരുത്തുന്നതല്ല ആ പുസ്തകം. അതുകൊണ്ടാണ് ഞാനത് വായിക്കണം എന്ന് പറയുന്നത്. അത് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ഒരു പുരുഷനുള്ളപ്പോൾ ഒരു സ്ത്രീക്ക് അതില്ല. പ്രത്യേകിച്ച് ഒരു ഉദ്ദേശ ലക്ഷ്യം ഇല്ലാതെ റോഡിലൂടെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്ന, അല്ലെങ്കിൽ പുറത്ത് ചായക്കടയിൽ വന്നിരുന്ന് പത്രം വായിച്ചുകൊണ്ട് വെറുതെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ പകൽ വെളിച്ചത്തിൽ പോലും നമ്മുടെ നാട്ടിലും ഇന്നും വളരെ കുറവാണ്. സമ്മതിക്കുന്നോ? അല്ലെ? അപ്പോ രാത്രിയല്ല അവിടെ വില്ലൻ, സുരക്ഷിതത്വം മാത്രമല്ല അവിടെ വില്ലൻ. നമ്മുടെ ശീലങ്ങൾ, സാമൂഹികമായി നമ്മൾ നമുക്കായി വരയ്ക്കുന്ന കുറെ മാനദണ്ഡങ്ങളും കുറെ അതിർവരമ്പുകളും കുറെ പ്രതീക്ഷകളും ഒക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നട്ടുവെച്ച് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് തച്ചുടയ്ക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം യോഗങ്ങളും വനിതാ ജംഗ്ഷനുകളും നമ്മുടെ സംഗമങ്ങളും രാത്രി നടത്തങ്ങളും ഒക്കെ സർക്കാർ നമുക്ക് വേണ്ടി സമ്മാനിക്കുന്നത്. ഇത് ഒറ്റ ദിവസത്തെ ഒരു വേദിയല്ല, ഒരു സംഗമമല്ല, മറിച്ച് ഒരു ജീവിതകാലത്തിന്റെ, ഒരു തലമുറയുടെ ശാക്തീകരണമായും സമൂഹത്തിന്റെ ഒരു പരിവർത്തനമായും മാറണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതിൽ തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തിലെ എല്ലാവരും പങ്കാളികളാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിന് നേതൃത്വം നൽകുവാൻ നിങ്ങളുടെ
MLA-യും ഒപ്പം മറ്റ് ജനപ്രതിനിധികളും ഒക്കെ ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം. ഇതേപോലെ ഊർജ്ജസ്വലരായി നന്മ നിറഞ്ഞ ആദർശങ്ങളോടുകൂടി നേർവഴിയിൽ നടക്കുവാൻ നിങ്ങൾക്കാകട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.